1758 സിർഹിന്ദ് ഉപരോധിക്കുന്നതിനായി മറാത്ത സൈന്യം പഞ്ചാബിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്ന സമയം മൽഹാർ റാവു ഹോൾക്കറുടെ കുടുംബത്തിലെ സ്ത്രീകളെയും തീർത്ഥാടകരെയും അഫ്ഗാൻ കമാൻഡറായ അബ്ദുസ് സമദ് ഖാൻ തടവിലാക്കി. എന്നാൽ മറാത്ത യോദ്ധാക്കൾ അതിസാഹസികമായി അവരെ മോചിപ്പിച്ചു. സിർഹിന്ദ് ഉപരോധത്തിന് തൊട്ടു മുൻപ് നടന്ന ഒരു ഇതിഹാസ തുല്യമായ സംഭവമാണിത്. 1758 ജനുവരിയിലെ കഠിനമായ ശൈത്യകാലമായിരുന്നു അത്. ഉത്തരേന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ച ഒരു അധികാര ശൂന്യത സൃഷ്ടിച്ചിരുന്നു. അഹമ്മദ് ഷാ അബ്ദാലിയുടെ അഫ്ഗാൻ അധിനിവേശങ്ങൾ പഞ്ചാബിനെ അസ്ഥിരപ്പെടുത്തി. ആ സമയത്ത് മറാത്ത സാമ്രാജ്യം അതിന്റെ ഔന്നത്യത്തിലായിരുന്നു. രഘുനാഥ് റാവുവിന്റെയും മൽഹാർ റാവു ഹോൾക്കറുടെയും നേതൃത്വത്തിൽ ഡൽഹി പിടിച്ചടക്കിയ മറാത്ത സൈന്യം പഞ്ചാബിലേക്ക് നീങ്ങുകയായിരുന്നു. ഹോൾക്കറുടെ സൈന്യത്തോടൊപ്പം കുടുംബാംഗങ്ങളും സ്ത്രീകളും തീർത്ഥാടകരും ഉണ്ടായിരുന്നു. ജനുവരി 9 സോമവതി അമാവാസി എന്ന പുണ്യദിനത്തിൽ കുരുക്ഷേത്രത്തിൽ ഒരു വലിയ മതമേള നടക്കുകയായിരുന്നു. പുണ്യസ്നാനത്തിനായി രഘുനാഥ് റാവുവും മൽഹാർ റാവു ഹോൾക്കറും കുടുംബസമേതം അവിടെ എത്തിയിരുന്നു. ഹോൾക്കർ കുടുംബത്തിലെ മരുമക്കളും യുവതികളും ആചാരങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഈ സമയം സിർഹിന്ദിലെ അഫ്ഗാൻ ഗവർണറായ അബ്ദുസ് സമദ് ഖാൻ അതീവ ജാഗ്രതയിലായിരുന്നു. മറാത്തക്കാരുടെ വരവ് തനിക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സിർഹിന്ദ് കോട്ടയിൽ ശക്തമായ പ്രതിരോധമൊരുക്കിയ അദ്ദേഹം ഒരു സാഹസിക നീക്കത്തിന് പദ്ധതിയിട്ടു. അദ്ദേഹത്തിന്റെ ഒരു സൈനിക വിഭാഗം ഷഹാബാദിന് സമീപം വെച്ച് ഹോൾക്കറുടെ സംഘത്തെ പെട്ടെന്ന് ആക്രമിച്ചു. പ്രധാന സൈന്യത്തിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ സ്ത്രീകളുടെയും തീർത്ഥാടകരുടെയും സംഘത്തെ അഫ്ഗാൻ കുതിരപ്പട വളയുകയും നിരവധി സ്ത്രീകളെ തടവിലാക്കി ഷഹാബാദിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതൊരു വെറും സൈനിക ആക്രമണം മാത്രമായിരുന്നില്ല, മറിച്ച് സ്ത്രീകളുടെ അന്തസ്സിനുമേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമായിരുന്നു. 18-ാം നൂറ്റാണ്ടിലെ യുദ്ധമര്യാദകൾ അനുസരിച്ച് ഇത് ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയായി കണക്കാക്കപ്പെട്ടിരുന്നു. വാർത്ത മൽഹാർ റാവു ഹോൾക്കറുടെ അടുത്തെത്തിയതോടെ മറാത്ത ക്യാമ്പിൽ നിശബ്ദത പടർന്നു. അച്ചടക്കമുള്ള ഒരു കമാൻഡറായിരുന്നു ഹോൾക്കർ എങ്കിലും ഈ അപമാനം അദ്ദേഹത്തിന് വ്യക്തിപരമായ ആഘാതമായിരുന്നു. തൻ്റെ കുടുംബത്തിലെ സ്ത്രീകൾ അഫ്ഗാനികളുടെ പിടിയിലായിരിക്കുന്നു. ഉടൻ തന്നെ മറാത്ത കുതിരപ്പടയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പോരാളികൾ രംഗത്തിറങ്ങി. അതിവേഗത്തിൽ നീങ്ങാൻ കഴിവുള്ളവരും അങ്ങേയറ്റം വിശ്വസ്തരുമായിരുന്നു ഈ യോദ്ധാക്കൾ. പ്രധാന സൈന്യത്തിൽ നിന്ന് വേർപെട്ടിട്ടും അവർ തളരാതെ തിരിച്ചടിക്കാൻ തയ്യാറെടുത്തു. ഇരുട്ടിന്റെ മറവിൽ മറാത്ത യോദ്ധാക്കൾ അഫ്ഗാൻ സൈന്യത്തെ തന്ത്രപരമായി വളഞ്ഞു. തങ്ങളുടെ പ്രശസ്തമായ ലൈറ്റ് കാവൽറി അഥവാ ലഘു കുതിരപ്പടയുടെ വേഗത അവർ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി. ആദ്യം ദൂരെ നിന്ന് അമ്പുകൾ എയ്ത് അവർ അഫ്ഗാൻ കുതിരകളെ പരിഭ്രാന്തിയിലാക്കുകയും ശത്രുനിരയെ ചിതറിക്കുകയും ചെയ്തു. തുടർന്ന് മറാത്തക്കാർ തങ്ങളുടെ ഒളിപ്പോർ ശൈലിയിൽ ആക്രമണം തുടങ്ങി. വാളുകൾ കൊണ്ട് മിന്നൽ വേഗത്തിൽ വെട്ടിവീഴ്ത്തുകയും പെട്ടെന്ന് പിൻവാങ്ങി വീണ്ടും ആക്രമിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു അത്. കനത്ത കവചങ്ങളെയും നീളൻ വാളുകളെയും ആശ്രയിച്ചിരുന്ന അഫ്ഗാൻ സൈനികർക്ക് ഈ ചടുലമായ നീക്കങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. മറാത്തക്കാർ അഫ്ഗാൻ കുതിരകളുടെ കാലുകൾ ലക്ഷ്യം വെച്ച് അവരെ നിലംപതിപ്പിച്ചു. നിമിഷങ്ങൾക്കകം അഫ്ഗാൻ സൈന്യം തകരുകയും അവർ ചിതറിയോടാൻ തുടങ്ങുകയും ചെയ്തു. ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളെയും തീർത്ഥാടകരെയും സുരക്ഷിതമായി മോചിപ്പിച്ച് ഹോൾക്കറുടെ ക്യാമ്പിലെത്തിച്ചു. ഈ പോരാട്ടത്തിൽ അഫ്ഗാനികൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അബ്ദുസ് സമദ് ഖാന്റെ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെട്ടു. പ്രധാന യുദ്ധചരിത്രങ്ങളിൽ ഈ സംഭവം ഒരുപക്ഷെ മറഞ്ഞു കിടക്കുന്നുണ്ടാകാം. എന്നാൽ ഇതിന്റെ പ്രാധാന്യം ചെറുതല്ല. ഇത് മറാത്ത സൈന്യത്തിന്റെ ആത്മവീര്യം വർദ്ധിപ്പിക്കുകയും സിർഹിന്ദ് ഉപരോധത്തിന് അടിത്തറയിടുകയും ചെയ്തു. വലിയ ചരിത്ര യുദ്ധങ്ങൾക്ക് പിന്നിൽ അന്തസ്സും ധീരതയും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം അസാധാരണമായ ധീരകൃത്യങ്ങളുണ്ടെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.